യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ? ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കമ്പൈൻ ചെയ്തുകൊണ്ട് പഠിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ ടോപ്പ് റിസൾട്ട് നമുക്ക് നേടാൻ സാധിച്ചത്. സോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ ഞാനത് ഇപ്പം തന്നെ പറഞ്ഞേക്കാം. പക്ഷേ ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുവാണെങ്കിൽ പോലും എങ്ങനെ സെൽഫ് സ്റ്റഡി നടത്തണം, എങ്ങനെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് കേൾക്കണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് ഞാൻ ഇപ്പം തന്നെ പറയാണ്. ഒക്ടോബർ 14-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാം നടക്കുക. എനിക്ക് തോന്നുന്നു മിക്കവാറും രാവിലെ ആയിരിക്കണം എക്സാം നടക്കുന്നത്. രാവിലെ നടത്താനാണ് ഏറ്റവും അധികം സാധ്യത എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം? കഴിഞ്ഞ വർഷത്തെ സിലബസുമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി ധാരാളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ബാച്ചിൽ നിന്നും ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്തത്. ഇത് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് അറിയോ? ഈ ജോലിയുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി അതാ. നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള സമാധാനമുള്ള ഒരു ജോലിയാണ്. ഇപ്പൊ ഈ ഞങ്ങളുടെ പഴയ ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് അവർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ക്രാക്ക് ചെയ്ത് ജോലിയിൽ കയറിയിട്ട് അതിലിരുന്നു കൊണ്ട് വേറെ വലിയ വലിയ പരീക്ഷകൾ പിന്നെ എഴുതി പാസ്സായി. ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ദേവനാരായൺ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് റാങ്ക് 1 അദ്ദേഹം നേടുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയതിനു ശേഷമാണ്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷ അനീഷ് നമ്മുടെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹവും ഇവരെ നമ്മൾ മാതൃകയാക്കണം. ഒരു പരീക്ഷ ജയിക്കുന്നു, അതിൽ കയറിയിട്ട് അതിന് അടുത്ത ലെവൽ പരീക്ഷ അടിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, ഗസറ്റഡ് ഓഫീസർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പർട്ടിക്കുലർ എക്സാം വളരെ സമാധാനമുള്ള ഒരു ജോലിയാണ്. ഇതിൽ കയറുക, പിന്നെ വലിയ വലിയ പരീക്ഷകൾ, ഇതിനേക്കാൾ വലിയ വലിയ പരീക്ഷകൾ ക്രാക്ക് ചെയ്യുക. ഈ രണ്ട് പേരെ നിങ്ങൾ മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ബാച്ചിലെ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം അവർ എത്രത്തോളം വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു പൊസിഷനിൽ എത്തിയെന്നുള്ളത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് തന്ത്രപരമായി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ താഴെ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ ചാനലിലെ മെമ്പർ ആവുക. ഡെയിലി രാവിലെ അവിടെ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ട് ഫ്രീ മോക്ക് ടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. ആ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം. അതിനോടൊപ്പം നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ പ്ലേലിസ്റ്റിലെ വീഡിയോസ് സമഗ്രമായിട്ട് കാണുക. ഇതിന്റെ കൂടെ നിങ്ങൾ ഈ ഫ്രീ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാം? ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ ചോദിച്ച ഒരു ഡിഫിക്കൽട്ട് ചോദ്യമാണ്. ആർട്ടിക്കിൾ 12 ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ എന്തൊക്കെ വരും എന്നാണ് ചോദ്യം. ഒരു 5 സ്റ്റേറ്റ്മെന്റ്, ഒരു 16 ചോദ്യം. സാധാരണഗതിയിൽ അയ്യോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി കുട്ടികൾ സ്കിപ്പ് ചെയ്യും. ഞങ്ങൾ പഠിപ്പിച്ചാണ് വിട്ടത്. സ്റ്റിൽ എക്സാം ഹോളിൽ അത് ഓർമ്മ വന്നില്ലെങ്കിൽ പോലും ഇത് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെ കറക്റ്റ് കുത്തി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക, കോമൺ സെൻസ് എങ്ങനെ ഉപയോഗിക്കണം ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഗവൺമെന്റും പാർലമെന്റും സ്റ്റേറ്റിന്റെ, രാഷ്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെഫിനിഷൻ വരുമെന്നാണ് പറയുന്നത്. സാധ്യതയുണ്ടല്ലോ, ഗവൺമെന്റ് ആണല്ലോ രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ശരി തേടിയല്ല പോകുന്നത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തേടി പോകണം. അപ്പൊ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്വയം ഭരണാവകാശമുള്ള ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഇരിക്കട്ടെ, അത് രാഷ്ട്രത്തിന്റെ പരിധിയിൽ വരും. അപ്പൊ ഞാൻ സ്വയം ഭരണാവകാശമുള്ള അല്ലെങ്കിൽ ഓട്ടോണോമസ് ആയിട്ടുള്ള സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു ചായക്കട സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കട്ടെ, അത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ വരും. അപ്പോൾ അത് മാറ്റിവെക്കാം. ഓക്കെ, അത് സംശയം ഒന്ന് മാറ്റിവെക്കാം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ നമ്മുടെ അനുദീപ് അക്കാഡമി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് രാഷ്ട്രത്തിന്റെ ഡെഫിനേഷൻ വരുന്നതാണോ? അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോകുന്ന ഒരു സ്ഥലം, അത് രാഷ്ട്രത്തിന്റെ ഡെഫിനേഷൻ വരുന്നതാണോ? അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കോളേജ് എടുക്കുക, ഓട്ടോണോമസ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജ് എടുക്കുക, സ്വയംഭരണാവകാശമുള്ള പ്രൈവറ്റ് കോളേജ് എടുക്കുക, ഡീംഡ് യൂണിവേഴ്സിറ്റി എടുക്കുക, അതൊക്കെ സ്റ്റേറ്റിന്റെ ഭാഗമാണോ? അപ്പൊ നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക. അത്രയും ഡീപ്പായിട്ട് ആലോചിച്ചില്ലെങ്കിലും കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക. ഒരു ട്യൂഷൻ സെന്റർ സ്റ്റേറ്റിന്റെ ഭാഗമാകുമോ? ഇവിടെ ആ ഒരു കല്ലുകടി വരുന്നത്. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും രാഷ്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഭാഗമാവില്ല. ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ മാത്രമേ അങ്ങനെ ആവുള്ളൂ. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തന്നെ എല്ലാ ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ബിയിലേക്ക് എത്താം, അല്ലേ? ദാറ്റ്സ് എ തിങ്. ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പൊട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 10-20 മാർക്ക് എക്സ്ട്രാ കിട്ടും. മതി, 20 മാർക്ക് എക്സ്ട്രാ കിട്ടിയാൽ പോലും നമുക്ക് റാങ്ക് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ചോദ്യങ്ങളൊക്കെ പഠിച്ച് തന്നെ ഉത്തരത്തിലേക്ക് എത്തണം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ബുക്ക് ഉപയോഗിച്ച് സ്ട്രാറ്റജിക് ആയിട്ട് കുറച്ച് ആഴത്തിൽ ഇറങ്ങി ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ചോദ്യമാണത്. ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ട് മെയിൻസിന്, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് മെയിൻസ് വന്നൊരു ചോദ്യമാണ്.
ഇത് അതിന് മുമ്പേ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കുട്ടികളെ ക്ലാസ് പഠിപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടുള്ള മീൻസ് ചോദിച്ചിരുന്നു. ഈ ചോദ്യമൊക്കെ വരുന്നത് ശ്രീധർ മേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററിയുടെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ നിന്നാണ്. റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ കുറച്ച് ആഴത്തിൽ ഇറങ്ങി സ്റ്റാൻഡേർഡ് ബുക്സ് യൂസ് ചെയ്ത് പഠിക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് പഠിക്കുക, ഈ പറയുന്ന ഹിസ്റ്ററിക്ക് ബിപിൻ ചന്ദ്ര പഠിക്കുക, സ്പെക്ട്രം പഠിക്കുക, ശ്രീധർ മേനോൻ സാറിന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി പഠിക്കുക, എക്കണോമിക്സിൽ ശങ്കർ ഗണേഷ് പഠിക്കുക, എൻവയോൺമെന്റിന് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ പഠിക്കുക. അപ്പൊ ആ രീതിയിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഉപയോഗിച്ച് തന്നെ പഠിക്കണം. മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണിത്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡിറ്ററൻസ് റിലേഷൻഷിപ്പ് എന്താണെന്നാണ് UA മെയിൻസിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഇത് +2 വേൾഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് എന്നുള്ളതാണ് ഡിറ്ററൻസ് റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മള് ഈ കാണാതെ പഠിക്കുന്നതിനോടൊപ്പം കുറച്ച് ആഴത്തിലും കൂടെ ഇറങ്ങി പഠിക്കണം. അപ്പോൾ നമുക്ക് ആർക്കും കിട്ടാത്ത മാർക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ 1 മാർക്ക് 2 മാർക്ക് നേടാൻ സാധിക്കും. അതിനോടൊപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യണം? കറക്കി കുത്താനും ശാസ്ത്രീയമായി കറക്കി കുത്താനും പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കമ്പൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കമ്പൈൻ ചെയ്ത് വേണം നിങ്ങൾ സിലബസ് അനലൈസ് ചെയ്യാം. സിലബസിന് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഞാൻ പിന്നെ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കേട്ടിരുന്നാൽ മതി. സിലബസിൽ വലിയ മാറ്റമൊന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും ജയിലറും എക്സൈസ് ഇൻസ്പെക്ടറും എല്ലാ പരീക്ഷയ്ക്കും ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കും. ഒരു സംശയമില്ല. കാരണം സിലബസ് അത്ര ഓവർലാപ്പിംഗ്. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് പിള്ളേരെ മാറുന്നത്. ഇതിന് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 13 മാർക്കിന് മാത്രമേ ഉള്ളൂ. അതും വളരെ എളുപ്പമുള്ള സ്പെഷ്യൽ ടോപ്പിക്സ്. തിയററ്റിക്കലാണത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടാതിരിക്കാൻ ഒക്കത്തില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സ് അത്ര ഈസിയാണ്. ഞങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിന് ക്ലാസ് വരുമ്പോൾ പഴുതടച്ചുള്ള ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. കാര്യം ഒന്നാമത്തെ കാര്യം ഇത് അത്ര ചലഞ്ചിങ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് അല്ല. പക്ഷേ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ക്രാക്ക് ഉണ്ട്. ഈ പണ്ടും സിലബസ് ഇത് തന്നെയായിരുന്നു. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് റോൾ ഔട്ട് ചെയ്തതിനു ശേഷം PS നടത്തുന്ന ആദ്യത്തെ പരീക്ഷ അവർ ഈസി ആയിട്ട് നടത്തും. പിന്നീടുള്ള പരീക്ഷകൾ അവർ ഡിഫിക്കൽട്ട് ആക്കും. ഇത് രണ്ടാമത് നടക്കാതിരിക്കുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് ഇനി വരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് പരീക്ഷകൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തരുന്ന ക്ലാസ്സസും അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്ന് ആഴത്തിലിറങ്ങി പഠിക്കാം. അപ്പൊ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ഒക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. സോ ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. നല്ല ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അവസരം മിസ് ഔട്ട് ആക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പരീക്ഷ സമഗ്രമായിട്ട് ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഞങ്ങളുടെ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയേണ്ട ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കഴിഞ്ഞ ബാച്ചിലെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവരൊക്കെ. ധാരാളം റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫോട്ടോ വേണം ഇവിടെ വരാൻ. ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഇതൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയതും നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നതും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. അല്ല ആരും ഭയങ്കര ബുദ്ധിജീവികളോ അന്യഗ്രഹ ജീവികളോ ആയതുകൊണ്ടല്ല. നിങ്ങളും ചെയ്യേണ്ടത് ഒരു റാങ്ക് ഹോൾഡർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക. ഒരു റാങ്ക് ഹോൾഡർ വർക്ക് ചെയ്യുന്ന പോലെ ഹാർഡ് വർക്ക് ചെയ്യുക. റാങ്ക് ഹോൾഡർ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന പോലെ സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ തോട്ട് പ്രോസസ് ഒരു റാങ്ക് ഹോൾഡറിന്റെ തോട്ട് പ്രോസസ് ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ധാരാളം ഫ്രീ വീഡിയോസ് യൂട്യൂബ് വഴി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ബാക്കിയൊക്കെ ക്ലാസ്സിൽ വെച്ച് കാണാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം.